തീവ്രവാദത്തിലേക്ക് ഇപ്പോൾ ഉയർന്ന യോഗ്യതയുള്ളവർ, അതായത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ തന്നെയാണ് കടന്നു വരുന്നത്. ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിലും ഇപ്പോൾ കേരളവും ഇതിൻ്റെ ഒരു താവളമായിട്ട് മാറുന്നു എന്നാണ് ഇപ്പോൾ പുതിയ ഒരു വാർത്ത വരുന്നത്. അതിലെത്രത്തോളം വാസ്തവമുണ്ട്? തീവ്രവാദത്തിൻ്റെ താവളമായി കേരളം മാറുന്നു എന്നുള്ള പുതിയ വാർത്തയൊന്നുമില്ല. അതിൽ ഉയർന്ന യോഗ്യതയുള്ളവരൊക്കെ തന്നെ. അതെ അതെ, ഉയർന്ന യോഗ്യത ഉള്ളവരും മുമ്പ് ഹാദിയുടെ കേസ് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. ഇവിടെയും യോഗ്യതയുള്ളവർ പോകുന്നതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ പിന്നെ അങ്ങ് സൂചിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട കാര്യം, തീവ്രവാദം ഇന്ത്യക്ക് തീവ്രവാദം ക്ഷാമമായി മാറുന്ന സമയത്ത് പറഞ്ഞു കേട്ട ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് ദാരിദ്ര്യം കൊണ്ടാണ് ഈ ആളുകൾ ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കാരണം കുടുംബം മറ്റേ നിവൃത്തിയില്ല. അപ്പോൾ ഈ ഭീകരവാദികൾ അവർക്ക് വേണ്ട പൈസ കൊടുത്ത് സഹായിക്കും, കുടുംബത്തിനെ അവർ സംരക്ഷിച്ചോളും, പണം കൊടുക്കും എന്ന് കരുതിയിട്ട് ആണ് ചെറുപ്പക്കാർ ആകർഷിക്കപ്പെട്ടതിൽ വന്നു എന്നാണ് മുമ്പോട്ട് നറേറ്റീവ്. അജ്മൽ കസവിനെ ഓർമ്മയുണ്ടല്ലോ, ബോംബെ ആക്രമണത്തിലെ പാകിസ്ഥാൻകാരനാണ്. അവൻ ഭയങ്കര ദാരിദ്ര്യം അനുഭവിച്ചവനാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്. അപ്പോൾ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി ഈ തീവ്രവാദ സംഘടന ഇവനെ സ്പോൺസർ ചെയ്യുകയും അവൻ്റെ കുടുംബത്തെ ഏറ്റെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, നേരെ ഇവിടെ വന്ന് ആളുകളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു വന്നു എന്നുള്ളതാണ്. അജ്മൽ കസവിൽ നിന്നും ഉമർ നബിയിലേക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഇല്ലായ്മയിൽ നിന്നും അങ്ങ് പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് മാറി. അതും ഡോക്ടർമാർ. വെറും ഡോക്ടർമാരൊന്നുമല്ല, ഇതിൽ പലരും PG ചെയ്തവരാണ്, MD ചെയ്തവരുണ്ട്, MS ചെയ്തവരുണ്ട്, MBBS പിന്നെ പരീക്ഷയിൽ ഗോൾഡ് മെഡൽ വാങ്ങിയ ആളുകളുണ്ട്. ഇങ്ങനെ ഏറ്റവും ഉന്നതമായ രീതിയിൽ വിദ്യാഭ്യാസം നേടി വന്നവരാണ്. പക്ഷേ ഈ എത്ര വിദ്യാഭ്യാസം നേടിയാലും ഈ അടിസ്ഥാനപരമായ ഒരു സംഭവം ഉണ്ടല്ലോ, ഇവരൊരു കിതാബ്, ഈ കിതാബിനെ പൂർണ്ണരൂപേണ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പഠിക്കുന്ന ഈ ഫിസിയോളജി ഒന്നും അവർക്കൊരു വിഷയമേ അല്ല, അതിനും അപ്പുറമാണ്. പുതുതായി കേൾക്കുന്നതെന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന നബീരെ വീഡിയോയിൽ പുള്ളി പറയുന്നത് ഇത് ഇസ്ലാമിൽ അനുവദനീയമാണ് ഈ സൂയിസൈഡ് ബോംബിങ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പുള്ളി പറയുന്നത്. പക്ഷേ മറുഭാഗത്ത് പറയപ്പെടുന്നത് ഇതിനു വേണ്ടി പിന്നെ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഡ്രഗ്സ് കൊടുത്ത് പിന്നെ എന്ത് ചെയ്യും, വരുതിക്കാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വബോധമില്ലാതെ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടാവും. ഇദ്ദേഹം ഇന്നലെ വീഡിയോയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്കിങ്ങനെ തിരുമുന്നവരൊക്കെ പിന്നെ കാണിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഡ്രഗ്സിൻ്റെ സ്വാധീനം കൊണ്ട് വരുന്നതാണ്. എന്താണ് പറയുന്നത് തന്നെ അറിയില്ല, പ്രവൃത്തി എന്തെന്ന് അറിയില്ല എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ശ്രമത്തിൽ നിന്ന് പിന്മാറാതിരിക്കാൻ വേണ്ടിയാണ് ഡ്രഗ്സും കൂടി കൊടുക്കുന്നത് എന്നും അന്വേഷണ ഏജൻസികളിൽ നിന്നും ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നേടിയ പിന്നെ ബിരുദം, മെഡിക്കൽ ബിരുദം, ആ ബിരുദം പിന്നെ നേടിയ സ്ഥലവും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലും അല്ലെങ്കിൽ സർവകലാശാലയും ഇവരുടെ താമസ സ്ഥലവും എല്ലാം തന്നെ ഈ പറഞ്ഞ ഭീകരവാദം നടത്താനായിട്ട്, ബോംബിംഗ് നടത്താനായിട്ടുള്ള ആസൂത്രണം ചെയ്യാനുള്ള സ്ഥലമായി മാറി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഇതിനകത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും ഇത്തരത്തിലുള്ളവർ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആണ് ഈ പിന്നെ പിടിക്കപ്പെട്ട 8 ഡോക്ടർമാരിൽ ഒരാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പഠനം പൂർത്തിയാക്കിയെന്ന് കേൾക്കുന്നുണ്ട്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ, മുസ്ലിം ഡോക്ടർമാർ ചേർന്ന് കുറേ നാൾ മുമ്പ് ഒരു അസോസിയേഷൻ രൂപീകരിച്ചു, മുസ്ലിം ഡോക്ടേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. ഈ പിന്നെ വൈദ്യരിൽ എന്തിനാണ് മതവും ജാതിയും? ഒരു ന്യായമായൊരു ചോദ്യമാണ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ പ്രധാനമായ കർത്തവ്യം എന്ന് പറയുന്നത് രോഗികളെ ചികിത്സിക്കുക, ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മതയുടെ അടിസ്ഥാനത്തിൽ ഈ എന്താണ് ഡോക്ടർമാർ ഭിന്നിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു മതത്തിൽപ്പെട്ടവരെ ഏത് രീതിയിൽ ഇദ്ദേഹം ചികിത്സിക്കുമെന്ന് സ്വാഭാവിക സംശയം ഉണ്ടാവും. ആരെങ്കിലും പോകാൻ മടിച്ചു കഴിഞ്ഞാൽ അവർ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഹിന്ദു ഡോക്ടർമാർ, മുസ്ലിം ഡോക്ടർമാർ, ക്രിസ്ത്യൻ ഡോക്ടർമാർ, ബുദ്ധ ഡോക്ടർമാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർമാർ തന്നെ ജാതീയ മത അടിസ്ഥാനത്തിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ആരോഗ്യമേഖലയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് വലിയ ഗുരുതരമായൊരു പ്രത്യാഘാതമാണ്. ഇങ്ങനെ ഈ ഒരു തരത്തിലേക്ക് ഉണ്ടായിട്ട് പോലും എന്താണ് ഇതിൽ ഇടപെടാനായിട്ട് ആരോഗ്യവകുപ്പ് സർക്കാർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ മതപഠനവും മതപ്രചാരണവും നിങ്ങൾ മദ്രസകളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നടത്തിക്കൊള്ളൂ. ഇതുപോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മെഡിക്കൽ കോളേജുകളും ഇതിനുള്ള സ്ഥലമല്ല. നിങ്ങളുടെ മതം മാറ്റി വെച്ചിട്ടാണ് ഇവിടേക്ക് വരാൻ. അത് ഏത് മതക്കാരായാലും ശരി, ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനായാലും ശരി, മുസ്ലിം ആയാലും ശരി, നിങ്ങളുടെ വന്നിരിക്കുന്നത് ആതുര സേവനത്തിന് വേണ്ടിയിട്ടാണ്. ജനങ്ങളെ
അവരെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ അസുഖങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടിയാണ്. അവിടെ മറ്റ് ചിന്തകൾക്ക് സ്ഥാനമില്ല. നിങ്ങൾക്ക് ഒറ്റ ചിന്തയെ പാടുള്ളൂ. ആ ചിന്ത എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ജീവൻ രക്ഷിക്കാൻ ചിന്തയോടെ വന്നവർ ജീവൻ എടുക്കുന്നവരായി മാറും. സർജറി ടേബിളിലല്ല, മറിച്ച് തെരുവുകളിൽ കാറിനകത്തിരുന്ന് വലിയ എക്സ്പ്ലോസീവ് വെച്ച് പൊട്ടിച്ചിട്ട് വലിയ എന്താ പറയുക കൊലപാതകളായി മാറുകയാണ്. അല്ലെങ്കിൽ സ്വയം ചാവേറുകളായി ഇവർ എന്ത് ചെയ്തു അതപ്പതിക്കുന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഖേദകരാവസ്ഥ. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ വളർച്ച വളരെ ശക്തമായിരുന്നല്ലോ. ഇപ്പോഴും അതിൻ്റെ ഈ സെല്ലുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പിന്നീട് വന്ന വാർത്തകളാണ്. അപ്പം ഇതൊക്കെ ഇതിനൊരു പിന്നിൽ ഇത്തരത്തിലുള്ള ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഒരു പിൻബലം കൂടിയായി മാറുകയല്ലേ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഈ തീവ്രവാദികൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ അവരുടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൊക്കെ ഈ വിദ്യാഭ്യാസമുള്ളവരുടെ പങ്കുണ്ട്. ഇപ്പോൾ ഈ ദില്ലി അങ്ങ് സൂചിപ്പിച്ച ദില്ലി സ്ഫോടനത്തിൽ അദ്ദേഹം തുർക്കിയിൽ അതെ ഇവർ തുർക്കിയിലൊക്കെ പലരും പോയിരുന്നു. അത് എത്രയോ തവണ പോയിട്ടുണ്ടെന്നാണ്. എത്രയോ തവണ ഇവർ തുർക്കിയിൽ സന്ദർശനം നടത്തിയിരിക്കുന്നു. മാത്രമല്ല ഈ ഈ പങ്കെടുത്ത ആളുകളിൽ ഒരു ഡോക്ടർ അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് തോന്നുന്നു. അദ്ദേഹം ഡ്രോൺ ഉപയോഗിച്ച് പല സ്ഥലങ്ങളിൽ ഈ ബോംബ് വർഷിക്കാനുള്ള ശ്രമം അതിൻ്റെ പരീക്ഷ അത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെനിക്ക് ഒരുപക്ഷെ തുർക്കിയിൽ പോയി പഠിച്ചതായിരിക്കാം. അപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് അത് ഇദ്ദേഹം തന്നെ വികസിപ്പിച്ചെടുത്താണ് ആ സമാവിദ്യ. അപ്പോൾ നോക്കൂ, വിദ്യാഭ്യാസം ഉള്ളവൻ അവൻ്റെ വിദ്യാഭ്യാസം ഉപയോഗിക്കുന്നത് കൂടുതൽ മാസീവായിട്ട് എങ്ങനെ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കാം എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്താൻ വേണ്ടി പദ്ധതിയിട്ട് പല സ്ഥലങ്ങളിൽ അറ്റ് എ ടൈം പല സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റുമല്ലോ. സുരക്ഷാ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഏറ്റവും ആധുനികമായ രീതികളിൽ ഇവർ തിരിയുന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ അതുപോലെയായ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടാണ്. അത് എങ്ങനെ ഇവർ ആകർഷിക്കപ്പെടുന്നു നമുക്കറിയില്ല. പൊതുവേ പറയപ്പെടുന്നതാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതം നിന്ന് ജീവിക്കുന്നവരായതുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നുള്ളതാണ്. ഇനി ഇവർക്ക് പണം കൊടുത്ത് സഹായിക്കുന്നുണ്ടോയെന്നും അറിയില്ല, മറ്റേതെങ്കിലും ലക്ഷ്യമുണ്ടോയെന്ന് അറിയില്ല. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൽ കൂടി വെളിയിൽ വരേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, എത്ര വിദ്യാഭ്യാസം നേടിയാലും ആ വിദ്യാഭ്യാസത്തിനപ്പുറം നിങ്ങൾക്ക് നിങ്ങളുടെ മതമാണ് വലുതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വിദ്യാഭ്യാസം കൊണ്ട് സമൂഹത്തിന് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല എന്നുള്ള വാസ്തവം. അപ്പോൾ കേരളം ഇതിനകത്ത് വളരെ സുരക്ഷിതമായ ഒരു ഇടമാണെന്നും കൂടി ഇവർ മനസ്സിലാക്കുന്നുണ്ട്. വളരാനും അവർക്ക് വളർത്താനും പറ്റിയ ഒരു ഇടമായിട്ട്. തീർച്ചയായിട്ടും. ഇവിടെ തന്നെ നിലവിൽ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിസ്ഡം മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്. ഇവരുടെ പേരുകൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആധുനികമായ പേരുകളാണ്, സംഭവമുള്ള എന്നൊക്കെ തോന്നും. ഈ ഇൻഡിപെൻഡൻ്റ് തന്നെ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സാണ്, പല മേഖലപ്പെടുന്ന ഡോക്ടേഴ്സാണ് ഇൻഡിപെൻഡൻ്റ് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെന്ന് പറയും. അപ്പോൾ അവർ എല്ലാ തരത്തിലും ഡോക്ടർമാരുണ്ട്, എല്ലാ സ്പെഷ്യലിസ്റ്റുകളും അതിൻ്റെ അകത്തുണ്ട്. പേര് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. വിസ്ഡം, ഇൻഡിപെൻഡൻറ്റ് എന്നൊക്കെ ഉള്ള പല പേരുകൾ അറിയപ്പെടും. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെയധികം ദുരൂഹമാണ്. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് സംസ്ഥാനത്ത് ഇൻ്റലിജൻസ് വിഭാഗമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ പോലീസിൽ തന്നെ പച്ച വെളിച്ചം ഉണ്ട് എന്നുള്ളതാണ് ആക്ഷേപം. അപ്പോൾ ഈ പച്ച വെളിച്ചം കത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ, ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും എല്ലാ പേർക്കും സുഖമായിട്ട് ഇവിടെ നിന്ന് പ്രവർത്തിച്ച് തീവ്രവാദം നല്ല ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഒരു പച്ചയായിട്ടുള്ളൊരു പരമാർത്ഥം. ആ പരമാർത്ഥത്തെ ഇനിയെങ്കിലും പൊതുസമൂഹം അംഗീകരിക്കണം. അപ്പോൾ പൊതുസമൂഹം അംഗീകരിക്കുമ്പോൾ മറ്റൊരു ഗുരുതരമായ പ്രശ്നം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ സംശയത്തോടെ കാണുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ ഇത് ഇന്ന ഡോക്ടറാണ്, ഇദ്ദേഹത്തിൻ്റെ നമ്മൾ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നൊരു സാഹചര്യത്തിലേക്ക് സമൂഹം വരും. അപ്പോൾ ഇവിടെയാണ് ഭിന്നിപ്പുണ്ടാവുക. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകുന്നത് ഇങ്ങനെയാണ്. ആ ഭിന്നിപ്പിന് മുതലെടുത്തിട്ടാണ് പലപ്പോഴും തീവ്രവാദികൾ അവരുടെ കൂടുതൽ ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതെന്നുള്ളതാണ് വാസ്തവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.